ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സൗമ്യ, മറിയം ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് UAE-ലെയും മറ്റ് GCC കൺട്രീസിലെയും എയർ സ്പേസ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. കേരളത്തിലെ പല എയർപോർട്ടിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻ എല്ലാം ഓൺ ടൈം ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കാര്യം മാത്രം ഞാൻ അന്ന് കൺഫേം പറഞ്ഞിട്ടില്ലായിരുന്നു. ബാക്കിയുള്ള എയർലൈൻ എല്ലാം അന്ന് വീഡിയോ ചെയ്ത അന്നത്തെ അപ്ഡേറ്റ് പ്രകാരം ഓൺ ടൈം തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ അന്നത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു, നിങ്ങൾ ഓരോരുത്തരും ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അതാത് ഏജൻസിയുമായിട്ട് കറണ്ട് അപ്ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യുക എന്നുള്ളത്. ആ കാര്യമാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ചില സെക്ടേഴ്സിൽ ചില കൺട്രീസിലേക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻ്റെ ടൈമിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇനിയും വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ നിലവിൽ നമുക്ക് ഒരു ഒഫീഷ്യൽ സർക്കുലറും വന്നിട്ടില്ല. ഒരു സർക്കുലർ വരാതെ ഒരിക്കലും ഞാൻ ഇന്നതാണ് എന്നൊരു ഊഹം പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയുന്നൊരു ചാനലും അല്ല ഇത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു സർക്കുലർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഞാൻ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. നിലവിൽ ഇങ്ങനെ ബഹ്റൈൻ എയർപോർട്ട് ക്ലോസ് ചെയ്തോ, UAE ഇന്ത്യൻ എയർപോർട്ടുകൾ ക്ലോസ് ചെയ്തു എന്നുള്ള ന്യൂസ് കാണുന്നത് ഞാനും കാണുന്നുണ്ട് മീഡിയയിലൊക്കെ. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഇന്നലെ ഇന്നുമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അതാത് ട്രാവൽ ഏജൻസിയെ കോൺടാക്ട് ചെയ്തിട്ട് കറണ്ട് അപ്ഡേറ്റ് എന്താണോ ആ കറണ്ട് അപ്ഡേറ്റ് ട്രാവൽ ഏജൻസിക്കും ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അടുത്ത നിമിഷം അടുത്ത മണിക്കൂർ എന്ത് വരും എന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തെ ഒരു നിയമം നോക്കിയിട്ട് ആ ടൈം അതിൻ്റെ ഷെഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ, ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ പിന്നെ എയർപോർട്ട് ക്ലോസ് ചെയ്ത് ബഹ്റൈൻ എയർപോർട്ട് UAE എയർപോർട്ട് ക്ലോസ് ചെയ്യുന്നുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ന്യൂസും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനി ഞാൻ ഒരു കാര്യം എടുത്തൊന്ന് പറഞ്ഞോട്ടെ, അതായത് നിങ്ങളിൽ പല ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എയർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നവരാണ്. ക്രെഡിറ്റ് കാർഡ് വെച്ച് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടിട്ട് ഒരു ദോഷവും ഇല്ല. അതിന് ഞാനൊരു മോശമായിട്ട് പറയുന്നത് ഒന്നുമല്ല. ഈ പറഞ്ഞ ഞാനും ക്രെഡിറ്റ് കാർഡ് വെച്ച് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് വെച്ച് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ദയവായിട്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ഫെയർ റൂൾസ്, അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ടിക്കറ്റ് ചെയ്യുക. ചില എയർ ടിക്കറ്റ് ചില സെക്ടേഴ്സിലേക്ക് ഓപ്പറേറ്റ്, ഓരോ എയർലൈൻസിനും ഓരോ സെക്ടേഴ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻസിൻ്റെയും ഫെയർ റൂൾസ് ഡിഫറെൻ്റ് ആയിരിക്കും, ക്ലാസ് ചേഞ്ചസ് വരാം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊഫഷണലി ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏത് കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഓൺലൈനിൽ പോർട്ടലിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളതിൽ മേക്ക് മൈ ട്രിപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പോർട്ടലിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യുന്നതിന് ഒരുപാടുമില്ല, വളരെ ഈസിയാണ്. പക്ഷേ അതിൽ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ടിക്കറ്റ് റീഫണ്ട് ഇല്ലാത്തതായിരിക്കാം, ഡേറ്റ് ചേഞ്ച് പോസിബിൾ അല്ലാത്തതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസിൽ പലപ്പോഴും ടിക്കറ്റ് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എടുത്തിട്ട് ട്രാവൽ ഏജൻസിയെ സമീപിക്കും. മാം, എനിക്ക് ഇന്ന ഡേറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ചെടുത്ത ടിക്കറ്റാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? തേർഡ് പാർട്ടിക്ക് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഡയറക്റ്റ് തന്നെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്താണോ സൊല്യൂഷൻ എന്നുള്ളത് അവർക്ക് അത് ചെയ്യാനേ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം മാറുന്നതല്ല. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ മഹാമാരികൾ വരുമ്പോഴത്തേക്കും, ഇതേപോലെയുള്ള ഓരോ പ്രക്ഷോഭങ്ങൾ, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, വാറ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിൽക്കുന്ന നിൽപ്പിനാണ് ഓരോ രാജ്യങ്ങളിലെ എയർപോർട്ട് ക്ലോസ് ആവുന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇങ്ങനെ ഷട്ട് ഡൗൺ ആവുന്നത്, ക്യാൻസലേഷൻ വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ടിക്കറ്റ് എടുത്തവരൊക്കെ ആ സമയങ്ങളിൽ പല ട്രാവൽ ഏജൻസിയും കോൺടാക്ട് ചെയ്യാറുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചോദിക്കുക സർവീസ് ചാർജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അവരിപ്പോൾ ഒരു സ്ഥാപനം ചിലപ്പോൾ ഓൺ ബിൽഡിംഗ് ആയിരിക്കാം, റെന്റിലിന് എടുത്തിട്ട് ചെയ്യുന്നവരായിരിക്കാം, സ്റ്റാഫുണ്ട്, മറ്റ് നാട്ടിലെ എക്സ്പെൻസ് എത്ര ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, കറണ്ട് ബില്ല്, പിന്നെ ഇൻ്റർനെറ്റിൻ്റെത്, മറ്റ് എക്സ്പെൻസ് കാര്യങ്ങൾ. അപ്പോൾ ഇവർ അത്രയും പഠിച്ചിട്ട് ഒരു പ്രൊഫഷനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് കാര്യങ്ങൾക്കും സമീപിക്കാം. പക്ഷെ അറ്റ്ലീസ്റ്റ് അവരോട് ചോദിക്കുക, ഞങ്ങൾ ഇപ്പോൾ ഇന്ന ഡേറ്റിൽ ഇന്ന ഫ്ലൈറ്റ് ടൈം ചേഞ്ചസ് ഉണ്ടോ മാം, ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് എടുത്തതാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആ സമയത്തുള്ള അപ്ഡേറ്റ് എന്താണോ അതേ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. അത് പറഞ്ഞു തരുമ്പോൾ ജസ്റ്റ് ചോദിക്കുക, ഞാനിത് ചോദിച്ചാൽ എന്തെങ്കിലും സർവീസ് ചാർജ് ഉണ്ടോ? പക്ഷേ ആ ട്രാവൽ ഏജൻസി പറയണം, ഇല്ല കുഴപ്പമില്ല, സർവീസ് ചാർജ് ഒന്നുമില്ല, ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ.
പക്ഷെ പല പാസഞ്ചേഴ്സും ചോദിക്കാറില്ല, അതെന്താ വെറുതെ ട്രാവൽ ഏജൻസി ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നവരാണോ? ഏതൊരു തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള ഒരു സർവീസ് ചാർജ് എന്ന് പറയുന്നത് മാന്യമായ കാര്യമല്ലേ? അതുപോലെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കിയിട്ട് പല ആൾക്കാരും ട്രാവൽ ഏജൻസിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, മാം ഓൺലൈനിൽ ഞാൻ ഇത്ര റേറ്റ് കണ്ടു. ശരി, ആ സെയിം റേറ്റ് ആയിരിക്കാം. പിന്നെ നമ്മൾ ഓരോ ട്രാവൽ ഏജൻസിയുടെയും ഹാർഡ് വർക്കിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അവരുടെ അത്ര നാളത്തെ സർവീസിൻ്റെ അടിസ്ഥാനത്തിലും ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലും ഓരോ എയർലൈൻ അതാത് ട്രാവൽ ഏജൻസിക്ക് കൊടുക്കുന്ന കമ്മീഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ പാർട്ടാണ്. അതിലാരും പോയി ഇങ്ങനെ സെർച്ച് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. ഏതൊരു ജോലി ചെയ്യുന്നതിനും അവൻ്റെ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, മാന്യമായ ഒരു സർവീസ് ചാർജ് ഇല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഏത് കാര്യത്തിനും ഇല്ലേ? ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പലരും ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് കമൻ്റായിട്ട് പറയൂ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പറയുകയാണ് ഇന്ന ഫ്ലൈറ്റ് ഇന്ന ഡേറ്റിൽ, അതായത് സെക്കൻഡ് കൊണ്ട് ഫ്ലൈറ്റിൽ റേറ്റിൽ വേരിയേഷൻ വരും. നിങ്ങളിപ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കുന്ന സമയത്തുള്ള റേറ്റ് ആയിരിക്കണമെന്നില്ല. ഒരു 2 സെക്കൻഡ് കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് കൂടാൻ കുറയാം. എൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് തൊട്ട് അടുത്ത ട്രാവൽ ഏജൻസിയിൽ പോയി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒന്നും കുറവായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു നിങ്ങളിൽ നിന്ന് കൂടുതൽ മാർജിൻ എടുക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കാനുള്ളത്. ദയവ് ചെയ്ത് അങ്ങനെയല്ല. ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം അങ്ങനെയാണ്. അതെല്ലാം നിങ്ങൾ ഓൺലൈനിൽ കാണിക്കുന്ന ഒരു റേറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മാന്യമായി അതിൻ്റെ കൂടെ 300-500 രൂപ സർവീസ് ചാർജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയുന്നത് ശരി, ഓൺലൈനിൽ കാണിക്കുന്ന റേറ്റാണ്, അതിൽ ഇത്ര 300 രൂപ സർവീസ് ചാർജ് വരും. ആ 300 രൂപ സർവീസ് ചാർജ് അടച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പറയാൻ കഴിയുക? നിങ്ങളൊരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്ത് നിങ്ങളെ സേഫായിട്ടൊരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ട്രാവൽ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു, ഡേറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെന്ന് പറയുന്നു, റീഫണ്ട് ചെയ്യണമെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഈ വെറും 300 രൂപ നമ്മൾ സർവീസ് ചാർജ് മേടിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരേണ്ടതാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴെപ്പോഴും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചോദിക്കുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യമല്ലേ? അങ്ങനെ സർവീസ് ചാർജ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ദയവായിട്ട് എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരണേ. കാരണം എൻ്റെ മേഖലയിലെ പല ട്രാവൽ ഏജൻസിയും ഇത് തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അവർക്ക് പറയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരെന്തോ മടി കാണിക്കുന്നു, പേടി കാണിക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും എൻ്റെ ട്രാവൽ ഏജൻസിയിൽ വരുന്ന ക്ലയൻസിന് സർവീസ് ചാർജ് ഞാൻ എടുക്കുന്നുണ്ട്. സർവീസ് ചാർജ് എടുക്കാതെ ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട സർവീസ് ചാർജ് ഒന്നുമില്ല എന്ന് പറയണമെങ്കിൽ ഓക്കെ, വേണം കൊടുക്കണ്ട. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചോദിക്കുക. വെറുതെ അവർ 2 സെക്കൻഡ് ആയാലും 1 മിനിറ്റ് ആയാലും ഫോൺ നിങ്ങളുടെ കേസിന് വേണ്ടി ഫോൺ ഹോൾഡ് ചെയ്ത് സിസ്റ്റത്തിൽ നോക്കി പറഞ്ഞു തരുമ്പോഴത്തേക്കും അവരുടെ വിലപ്പെട്ടൊരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിലവഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ചോദിക്കേണ്ട ഒരു മര്യാദ നിങ്ങൾക്കില്ലേ? ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ പോലെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ എനിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷം. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസിൽ എല്ലാ കാര്യങ്ങളും കറണ്ടായിട്ടുള്ള അപ്ഡേറ്റുകൾ നോക്കി മനസ്സിലാക്കി ട്രാവൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ജേണി. മറ്റു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.